തൃശൂർ DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ മർദ്ദിച്ചെന്ന് പരാതിപ്പെട്ട കോൺഗ്രസ് നേതാവ് സജീവൻ കുര്യച്ചിറയുടെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകളും മുറ്റത്തെ ചെടിച്ചട്ടികളും അക്രമി സംഘം അടിച്ചു തകർത്തു. ഇവിടെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പേടി. ഞാനൊരു മരുമോള് മാത്രമേ ഉള്ളൂ ഇവിടെ. പേടി അപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയിരിക്കുന്നത്. വന്നത് ആരൊന്നും കണ്ടില്ല. എൻ്റെ അമ്മേനെയാണ് അവൻ കട്ട് ചെയ്തത്. അവൻ തന്നെ ഞാൻ പറയാ, എനിക്കറിയാം അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്കറിയില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ജോസ് വള്ളൂർ എന്താ സംശയം നിങ്ങൾക്ക്? അതാ പറഞ്ഞത്, നന്ദിയും കടപ്പാടും ഉണ്ടെങ്കിൽ ജോസ് വള്ളൂർ ഇത് ചെയ്യാൻ പാടില്ല. നന്ദിയും കടപ്പാടും ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ വള്ളൂർ കുട്ടപ്പനാശ്ശേരിയാണ്. അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അവിടെ കോൺഗ്രസ് ഉണ്ടാക്കിയ ആളാണ്. ഇന്ദിരാഗാന്ധിക്ക് മാലിട്ടാള് ഞാൻ. ഇവനൊന്നില്ല. ഇവൻ ചാലക്കൽ അന്തോണിയുടെ മോനവൻ. ഉച്ചയ്ക്ക് ഇവിടെ വന്നു എന്ന് അമ്മ പറയുന്നു. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് വന്നു എന്ന് പറയണു. പിന്നെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഭീഷണിപ്പെടുത്തി. പിന്നെ വൈകിട്ട് വന്നിട്ട് ഇവർ TV കാണായിരുന്നു ഇവർ പറയുന്നത്. ഈ സൗണ്ട് കേട്ടപ്പോഴാണ് ഇവർ പുറത്ത് കയറാൻ. അപ്പോൾ രണ്ടാൾ ഇറങ്ങി പോകുന്നതാണ്. വൈകിട്ട് ഇവർ വിളിച്ചിട്ട് ഇത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ വൈകുന്നേരം 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് കാറിൽ 2 സംഘം എത്തിയത് എന്നുള്ളതാണ് ഈ നിലവിൽ സജീവൻ കുര്യച്ചിറ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: വീടിന് മുന്നിലുണ്ടായിരുന്ന ജനൽ ചില്ലുകൾ, അത് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്ന് തോന്നുന്നു. വീടിന് മുന്നിലുണ്ടായിരുന്ന ആ ജനൽ ചില്ല, ദൃശ്യത്തിൽ കാണുന്ന ജനൽ ചില്ല, അതുപോലെ തന്നെ മുൻവശത്തിരുന്ന ചെടിച്ചട്ടികൾ ഉൾപ്പെടെ ഈ ഇവിടെ എത്തിയ അക്രമി സംഘം തകർത്തു എന്നുള്ളതാണ് പറയുന്നത്. അമ്മ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് അമ്മ നിൽക്കുകയായിരുന്നു. ഈ ഭാഗത്ത് അമ്മ നിൽക്കുന്നു. ആ സമയത്ത് ഈ നിൽക്കുന്ന സമയത്തായിരുന്നു ഉച്ചയ്ക്ക് 2 പേർ എത്തുന്നു. ആ സമയത്ത് സജീവൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. സജീവൻ വീട്ടിലില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ആ സംഘം മടങ്ങുകയും ചെയ്തു. പക്ഷേ അവർ ഇങ്ങോട്ടേക്ക് എത്തിയത് ഇത് സജീവന്റെ വീട് തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി എത്തി എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അതിനുശേഷമാണ് രാത്രി 9 മണിയോടുകൂടി ഈ വീടിന്റെ ജനൽ ചില്ലകളും അതുപോലെ ഈ മുൻവശത്തിരുന്ന ചെടിച്ചട്ടിയും ഉൾപ്പെടെ തകർക്കുന്നത്. ഈ ശബ്ദം കേട്ടാണ് ഈ അമ്മയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സഹോദരിയും പുറത്തിറങ്ങുന്നത്. പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ ഈ ആക്രമണം നടത്തിയ സംഘം കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും 2 കാറുകളിലെത്തിയ സംഘമാണ് ആക്രമിച്ചതെന്ന് പറയുന്നു. പക്ഷേ അതിൽ വ്യക്തതയില്ല. കാരണം ആരും തന്നെ ഇത് കണ്ടതായി പറയുന്നില്ല. ഏകദേശം ഒരു ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് കാറിലെത്തിയ സംഘമാണ് എന്ന് കരുതുന്നത്. എന്തായാലും നിലവിൽ ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് DCCയിലടക്കം വലിയ കൂട്ടത്തല്ലിലേക്ക് പോലും പോയത് ഈ സജീവന് നേരെ ഉണ്ടായ ആക്രമണ പരാതിയായിരുന്നു. അന്ന് DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ സജീവനെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് സജീവൻ DCCക്ക് മുന്നിൽ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തി. അതേ തുടർന്ന് അത് കൂട്ടത്തല്ലിലേക്ക് DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ അത് ഒതുങ്ങുന്നില്ല. ജോസ് വള്ളൂർ മർദ്ദിച്ചു എന്ന് പരാതിപ്പെട്ട കോൺഗ്രസ് നേതാവ് സജീവൻ കുര്യച്ചിറയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. വീടിന്റെ ജനൽ ചില്ലുകളും മുറ്റത്തെ ചെടിച്ചട്ടികളും ഒക്കെ അക്രമി സംഘം തകർത്തിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി.